ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമുക്കൊരു ടാസ്ക് ഉണ്ട്. ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റൂമെല്ലാം ഒന്ന് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യണം. അതാണ് ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. നമുക്കിന്ന് കുറച്ച് സമയമുള്ള ദിവസം കൂടെ കേട്ടോ. നമുക്ക് കുറച്ച് സമയം എന്ന് വെച്ചാൽ 1 hour സമയമുണ്ട്. 12 മണി ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഇപ്പോൾ 11 മണിയായി. 1 മണിക്കൂർ നമ്മുടെ റൂമിൽ പറ്റുന്നത്ര വൃത്തിയാക്കാൻ ശ്രമിക്കാം. കാരണം വെച്ചാൽ എനിക്ക് ഫുൾ റൂം ക്ലീൻ ചെയ്യണം. കാരണം വെച്ചാൽ നമ്മുടെ പാർട്ട്നേഴ്സ് രണ്ടുപേരും റൂമിലില്ല. അവർ രണ്ടുപേരും, ഒരാൾ എക്സിറ്റ് പോയി, ഒരാൾ വെക്കേഷനിലാണ്. അതുകൊണ്ട് എനിക്ക് ഫുൾ റൂം ഞാൻ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരും. പുറത്തുള്ള ആൾക്കാർ ക്ലീൻ ചെയ്യാറുണ്ട്. അത് വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത് ഒക്കെയാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയിലും നമ്മൾ ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ ഡെയിലി ഉള്ള ഡേർട്ടും പൊടികളും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കാണും. നമ്മൾ ക്ലീൻ ചെയ്യണം. നോർമൽ ഡെയിലി ക്ലീനിങ് വിൽ ഹാപ്പൺ, ബട്ട് അത് ശരിക്കുള്ള വൃത്തിയുള്ളൊരു ക്ലീനിങ് നടക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിരിക്കും. അപ്പം നമുക്ക് ഇപ്പോഴെന്നാണ് എൻ്റെ റൂം നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, let me show you what I have the planning of what I supposed to do as a cleaning. Okay, first ഇത് നമ്മുടെ ഡസ്റ്റ്ബിനാണ്. ഈ ഡസ്റ്റ്ബിൻ്റെ റബ്ബിഷ് എല്ലാം കൊണ്ട് ഔട്ട് ചെയ്ത് പുതിയ കവർ ഇടണം. പിന്നെ എൻ്റെ ബെഡ് ആസ് യു ക്യാൻ സീ വാഷ് ചെയ്ത ക്ലോത്ത് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ അവിടെ ഇട്ടിട്ടുണ്ട് ബെഡിൽ. പിന്നെ യൂത്ത് ക്ലോത്ത്സ് എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ട്, അതെല്ലാം മാറ്റണം. ഇന്നലെ ഉപയോഗിച്ച ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആസ് യു ക്യാൻ സീ മൈ മാർക്കർ, മൈ ബോ, മൈ ട്രിമ്മർ, മൈ വാസ്ലിൻ, എവറിത്തിങ് ഈസ് ലൈങ് ഓൺ മൈ ബെഡ്. റിയലി വാണ്ട് ടു ചേഞ്ച് ഇറ്റ് ഓൾ. ദെൻ എൻ്റെ പേഴ്സണൽ ഡസ്റ്റ്ബിൻ്റെ കവർ മാറ്റണം. അതുപോലെ തന്നെ മൈ പെർഫ്യൂം ഈസ് അതല്ല എൻ്റെ പ്രോപ്പർ പ്ലേസ്, അതൊന്ന് മാറ്റണം. പിന്നെ എൻ്റെ പ്രോട്ടീൻ ബോട്ടിൽ അവിടെ മാറ്റണം, അതല്ല എൻ്റെ പ്രോപ്പർ പ്ലേസ്. പിന്നെ എൻ്റെ ഡ്രോയർ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ അലമാരി ഒന്ന് ക്ലോത്ത്സ് എല്ലാം വൃത്തിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വൈപ്പ് ചെയ്ത് സെറ്റാക്കണം. ബാഗ് ലൈൻ അത് അവിടെ അല്ല വെക്കുന്നത്, നോർമലി അവിടെ നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഫ്രിഡ്ജ്, നൈഫ് ഈസ് ലൈങ് ഓവർ ദെയർ, അവിടെ അല്ല നൈഫ് വെക്കുന്നത്, അത് മാറ്റണം. പിന്നെ എൻ്റെ ഫ്രിഡ്ജെല്ലാം വൃത്തിയാണെങ്കിൽ തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യണം. ദിസ് ഈസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. ലെറ്റ് മീ സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. One thing I forgot to tell you guys, the floor have to make sure that the floor is clean and tidy. I need my floor is shiny. So as you can see, there are a lot of dust and food items are lying on my floor, so I have to clean. We are 3 people sharing the room. Unfortunately, ഒരാൾ വെക്കേഷനിലാണ്, ഒരാൾ എക്സിറ്റും പോയി. So I had to make sure that each and every place in the corner of my room clean. So I had to focus each and every corner. So let me do it. First of all നമുക്ക് നമ്മുടെ ക്ലോത്ത്സ് എല്ലാം ഫോൾഡ് ചെയ്ത് വെക്കാം. ഇന്നലെ നനച്ചിട്ട് തുണിയെല്ലാം എടുത്ത് ബെഡിൽ അങ്ങനെ കിടപ്പുണ്ട്. കുറച്ച് തുണി ടെറസിലും കിടപ്പുണ്ട്. സോ അതെല്ലാം നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാം. ഹലോ ഗൈസ്, അങ്ങനെ ഫോൾഡിങ് എല്ലാം കഴിഞ്ഞിട്ടോ. പക്ഷേ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ പാൻ്റെ മൂഡ് കീറിപ്പോയി. ഇത് തയ്ക്കണം. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻറ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ത്രോ ഇറ്റ് അവേ. സോ ജസ്റ്റ് റിയലി വാണ്ട് ടു സ്റ്റിച്ച്. ടെറസല്ലേ ഇന്നലെ നനച്ചിട്ട് തുണി കിടപ്പുണ്ട്, അത് എടുത്തുകൊണ്ട് പോവാം.
തുണിയെല്ലാം മടക്കി വെച്ച് ഒരാഴ്ചത്തേക്കുള്ള തുണി മൊത്തം മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോ ഞാൻ ഇവിടെയാണ് വെക്കുന്നത്. സോ ആ ബോ തിരിച്ചോടെ വെച്ചിട്ടുണ്ട്. ഒരു തൊപ്പി വെച്ച് ഇങ്ങനെ മടക്കി വയ്ക്കും. അത് കൈൻഡ് ഓഫ് ഫോഴ്സിഡ് ആയിട്ട് എനിക്ക് അങ്ങനെ തന്നെ വെച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ ജിം ടവല്, പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഞാൻ എപ്പോഴും മടക്കി വെക്കുന്നത് എന്നടാ പിന്നെ. സോ ഇതെപ്പോഴും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുക, അല്ലെങ്കിൽ ഇന്നില്ല എനിക്ക് എന്തോ പോലെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് OCD പ്രശ്നമുണ്ട്. അപ്പം അതത്ര ഉണ്ട്, അത്ര സെറ്റാക്കി. ഇനി നമുക്ക് ബെഡ് സെറ്റാക്കാം. അതെടുത്ത് മാറ്റണം അല്ലേ? അതെടുത്ത് മാറ്റാം ആദ്യം, എന്നിട്ടൊക്കെ ബെഡ് സെറ്റാക്കാം. വായോ, ബെഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ബെഡ് അടിപൊളിയാക്കിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 11:45. 12:30 മുമ്പിലും തീർത്താലേ എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റത്തുള്ളൂ. 12:45 ഫുഡെല്ലാം തീരും. സോ പെട്ടെന്ന് തീർക്കട്ടെ. വൈപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. വൈപ്പ് ചെയ്ത് നമുക്ക് ഫ്ലോറിലൊന്ന് തൂത്തുവരായിട്ട് വൈപ്പ് ചെയ്യാം.
ഹട്ടിൻ്റെ ബീഡിങ്സ് വോളെല്ലാം തുടയ്ക്കാം. അങ്ങനെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡൺ കേട്ടോ. പക്ഷെ ഒന്നുകൂടെ തൂക്കണം, കാരണം വെച്ചാൽ നമ്മൾ വൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ പൊടിയും മുടിയും ഒന്നും പോകത്തില്ല ഫ്ലോറിൽ നിന്ന്, അങ്ങനെ നനവിലിങ്ങനെ ഇരിക്കും. സോ നമുക്കൊന്നുകൂടെ തൂത്തിട്ട് എല്ലാം ഒന്ന് മാറ്റി ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഫൈനൽ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇത് സമയം 12:06. സോ ഹാവ് ടു മേക്ക് ഷുർ ദാറ്റ് 12:30 മുമ്പ് തീർക്കണം. കഴിക്കാൻ പോണ്ടേ. ഇതെടുത്തിട്ടുണ്ടോ പോകുന്ന വഴി ഔട്ട് ചെയ്യും. മഴയല്ല, ഡസ്റ്റ്ബിന്നിൽ. അങ്ങനെ ചോറൊക്കെ കൊണ്ടിട്ട് വന്നു കേട്ടോ. ചോറിന് എന്തായിരുന്നു, പനീർ, ചിക്കൻ ടിക്ക, ദാലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ കോണ്ടന്റ്. ഇഫ് യു ലൈക്ക് ഇറ്റ്, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഫോളോ ഫോർ മോർ. ബൈ ആൻഡ് ഡു വാട്ട് യു ലവ് ആൻഡ് ലവ് വാട്ട് യു ഡു. ബൈ ബൈ, ടു റീൽസ്.